വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൺ വൈറ്റ് കപ്സയുടെ റെസിപ്പി നോക്കാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതൽ മസാലയൊന്നുമില്ല ഇതിൽ. ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു എല്ലോട് കൂടിയ വലിയ മട്ടൺ പീസസ് 2 കിലോ, പിന്നെ വലിയ ഉള്ളി 4-5 വലിയ ഉള്ളി, ഒരു 7-8 പച്ചമുളക്, ഒരു കെട്ട് മല്ലിയില, ഒരു കൈ നിറയെ പുതിനയില, 2 വെളുത്തുള്ളി. നമ്മൾ അങ്ങനെ ഇടുന്നത്, അത് അല്ലിയാക്കണ്ട, അങ്ങനെ ഹോൾ ബൾബ് 2 വെളുത്തുള്ളി, 2 ഉണക്ക നാരങ്ങ, പിന്നെ നമ്മുടെ സ്പൈസസ് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഹോൾ കുരുമുളക്. ഇതൊക്കെയാണ് നമുക്ക് സ്പൈസസ് വേണ്ടത്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരു 4 ക്യൂബ്സ്, ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒക്കെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമ്മളൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മുടെ സ്പൈസസൊക്കെ ഇടാം. ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. സ്ലൈസ്ഡ് ഒനിയൻ പെട്ടെന്ന് വാടാൻ നമുക്ക് അപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മട്ടൺ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വേറെ ഒരു സ്പൈസും ഇടണില്ല, നേരെ മട്ടനാണ് ഇടുന്നത്. നിങ്ങളിതിന് വല്ലാതെ ചെറുതാക്കി മുറിക്കുകയൊന്നും വേണ്ട. എല്ലോട് കൂടിയ കുറച്ച് വലിയ പീസസ്സാണ് ഇതിന് നല്ലത്. അതിനുശേഷം നമ്മൾ നമ്മുടെ 2 വെളുത്തുള്ളി കണ്ടില്ല, കഴുകിയ അതേപോലെ ആ 2 ബൾബ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2 ഉണക്ക നാരങ്ങ, പച്ചമുളക്, വലിയ എരില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലിറ്റിയൊന്നും വേണ്ട, പച്ചമുളക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 7-8 പച്ചമുളക്, വല്ലാതെ എരിവുള്ള പച്ചമുളക് എടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ്സ് 4 ക്യൂബ്സ് പൊടിച്ചിട്ട് കൊടുക്കാം. മല്ലിയും പുതിനയും ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ എത്ര മട്ടനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് മട്ടൻ്റെ മേലെ നന്നായിട്ട് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മീറ്റ് മൂടി അതിൻ്റെ മേലേക്ക് നിൽക്കണം നന്നായിട്ട് വെള്ളം. ശേഷം നമ്മൾ പ്രഷർ കുക്കറിൽ ക്ലോസ് ചെയ്തിട്ട് വിസിലടുപ്പിക്കാം. എൻ്റെ മട്ടൻ ഇത്തിരി ഇളയതായിരുന്നു, ഒരു 4-5 വിസിലേ വേണ്ടി വന്നിട്ടുള്ളൂ. നിങ്ങൾ തുറന്നതിന് ശേഷം നിങ്ങളുടെ മട്ടൻ വെൽ കുക്ക്ഡ് അല്ലെങ്കിൽ വീണ്ടും ഒന്ന് വിസിലടുപ്പിക്കുക. അതിനുശേഷം അതിലെ വെള്ളം നമ്മളിങ്ങനെ എടുക്കും. ആ വെള്ളത്തിലാണ് നമ്മൾ പിന്നെ ചോറ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളതിന്ന് മട്ടൺ പീസസ് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി ഉള്ളിയും പട്ടയും ഒക്കെ നമ്മൾ തിരിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇടുക. നമ്മൾ ചോറ് കുക്ക് ചെയ്യാൻ പോകുന്ന വെള്ളത്തിലേക്ക്. കണ്ടില്ല, നമ്മുടെ മട്ടൺ പീസസ് നമ്മളിങ്ങനെ കോരി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ സമയം കൊണ്ട് വേണമെങ്കിൽ മട്ടൺ പീസസ് ഒന്ന് ഇത്തിരി സൺഫ്ലവർ ഓയിൽ പാനിൽ സ്പ്രേ ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ശേഷം നമ്മളൊരു ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു എൻ്റെ വെള്ളത്തിൽ. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മുടെ ചിക്കൻ സ്റ്റോക്കിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് അതിനകത്ത് തന്നെ ഉണ്ടാവും. ശേഷം നമ്മുടെ 1 മണിക്കൂർ കുതിർത്ത് വാരി വെച്ച സെല്ല റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മുടെ ചോറൊക്കെ വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മട്ടൺ പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത മട്ടൺ പീസ് അതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മുടെ ശരിക്കുള്ള ക്യൂബ്സ് ആയിട്ടുള്ള ചാർക്കോളാണ് വേണ്ട. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ചാർക്കോൾ എടുത്ത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ചോറിൻ്റെ മേലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചാർക്കോളിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പുക വരുമ്പോൾ പെട്ടെന്നങ്ങ് അലുമിനിയം ഫോയിലും ഒരു ടൈറ്റ് ലിഡും കൊണ്ട് മൂടാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ നമ്മളൊരു ഹാഫ് ആൻ അവർ വയ്ക്കും. അത് ശേഷം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ റൈസ് നല്ല വെൽ കുക്ക്ഡ്, നല്ല ചാർക്കോളിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്, റെഡി ടു സെർവ് ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.